ഉണ്ണി, എടുക്കട ലോട്ടറി. നമുക്ക് എത്രയും വേഗം ഏജൻസിയിലേക്ക് പോവാം. ഇപ്പൊ മനസ്സിലായില്ലേ, ഭാഗ്യം നിന്റെ കൂടെയാണെന്ന്. നിന്നെ നോക്കി പുച്ഛിച്ചവർക്ക് ദൈവമായി കൊടുത്ത ഒരു പണി കൂടെയാണടാ ഇത്. എന്തായാലും ദാക്ഷാണിയമ്മ വന്ന ടൈം കൊള്ളാം. നീ കുത്തുവാള എടുത്ത് കാണാൻ ഓടി വന്നതാ. പക്ഷെ എന്ത് ചെയ്യാൻ, നിന്റെ രാജയോഗം കാണാനാ അവരുടെ വിധി. ഇതാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത്. നിന്നെ കാണുമ്പോൾ പുച്ഛിച്ചവർ ഇനി നിന്നെ നോക്കി അസൂയപ്പെടും. നിന്റെ ഭാഗ്യം തെളിഞ്ഞു ഉണ്ണി. മനു സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഈ ഭാഗ്യം എന്റെ അല്ല മനു, ചന്തുവിന്റെയാണ്. അവളല്ലേ അന്ന് എനിക്ക് ലോട്ടറി എടുത്തു തന്നത്, ഉണ്ണി പറഞ്ഞു. അത് കേട്ടതും മനു ചിരിച്ചു. ചന്തു എന്ന ഭാഗ്യവും നിനക്കുള്ളത് തന്നെ അല്ലേടാ. നീ വേഗം അവളെ വിളിച്ചു പറ. ഞാൻ അമ്മയും അച്ഛനെയും വിളിച്ചു പറയട്ടെ. അതും പറഞ്ഞുകൊണ്ട് മനു ഫോണും എടുത്ത് തന്റെ അച്ഛനെയും അമ്മയും ഒക്കെ വിളിച്ച് കാര്യം പറയാൻ തുടങ്ങി. ഒഴിവ് ദിവസമായതുകൊണ്ട് അന്ന് ചന്തു തന്റെ കഥയെഴുത്ത് പരിപാടിയിലായിരുന്നു. പതിവില്ലാതെ ഉണ്ണിയുടെ കോൾ കണ്ടതും ചന്തു ചെറിയ സംശയത്തോടെ ഫോൺ എടുത്തു. ഹലോ ഉണ്ണിയേട്ടാ. ചന്തു. അവൻ അവളെ വിളിച്ചതും അവന്റെ സ്വരത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് അവൾ അറിഞ്ഞു. ഉണ്ണിയേട്ടാ, എന്താ എന്താ ഒരു സന്തോഷം? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ചന്തു, അന്ന് നീ രാമേട്ടന്റെ കടയിൽ നിന്നും എനിക്കൊരു ലോട്ടറി എടുത്തു തന്നില്ലേ? ആ ലോട്ടറി അടിച്ചു. ഓണം ബമ്പർ 25 കോടി. അവൻ പറഞ്ഞതും ചന്തു കേട്ട വാർത്തയുടെ ഷോക്കിൽ അങ്ങനെ തന്നെ ഇരുന്നു പോയി. എന്താ ഉണ്ണിയേട്ടാ പറഞ്ഞത്? അവൾ വിശ്വസിക്കാൻ സാധിക്കാതെ ചോദിച്ചു. 25 കോടി, ഒന്നാം സമ്മാനം. നീ എനിക്കെടുത്തു തന്ന ലോട്ടറിക്കാണ് അടിച്ചത്. അവൻ സന്തോഷത്തോടെ പറഞ്ഞു. സത്യമാണോ ഉണ്ണിയേട്ടാ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ ലോട്ടറി ടിക്കറ്റിന്റെ ഫോട്ടോ നിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. നീ ന്യൂസിൽ നോക്ക്. ആ, നോക്കാം. അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ ചന്തു, നീ വരുമോ എന്റെ കൂടെ ലോട്ടറി ഏജൻസിയിലേക്ക്? അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ വരുന്നില്ല ഉണ്ണിയേട്ടാ. ഇന്ന് ഉണ്ണിയേട്ടന്റെ ദിവസമാ. തോറ്റവരുടെ മുന്നിൽ ദൈവമായി ജയിപ്പിച്ചതിന്റെ ദിവസം. ഞാൻ ഇവിടെ ഇരുന്ന് അത് കണ്ടോളാം. പിന്നെ ഇനിയിപ്പോ ലോട്ടറി അടിച്ചതറിഞ്ഞ് ബന്ധവും പറഞ്ഞുകൊണ്ട് പുതിയ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ എത്തുമല്ലോ. അപ്പൊ നമ്മളെയൊക്കെ മറക്കുവോ? ചന്തു കളിയോടെ ചോദിച്ചു. അങ്ങനെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ ചന്തു? പിന്നെ ലോട്ടറി അടിച്ചതറിഞ്ഞ് വരുന്നവരുടെ ബന്ധങ്ങളൊന്നും ഈ ഉണ്ണിക്ക് വേണ്ട. ഈ ലോട്ടറി എനിക്ക് അടിച്ചത് നീ കാരണമാ. എന്റെ ഭാഗ്യമൊന്നും നീയായിരുന്നു ചന്തു. വിവരം അറിഞ്ഞപ്പോ അമ്മയെ പോലും വിളിക്കാതെ നിന്നെയാണ് ഞാൻ ആദ്യം വിളിച്ചറിയിച്ചത്. അവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ഗൗരിയമ്മയോട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു ഉണ്ണിയേട്ടാ, അവൾ പറഞ്ഞു. അമ്മയെ ഇപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഏജൻസിയിൽ എത്തണം. ശരിയെന്നാ, ഞാൻ പിന്നെ വിളിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ചന്തു ഫോൺ എടുത്ത് ഉണ്ണി അയച്ച ടിക്കറ്റിന്റെ ഫോട്ടോ നോക്കി. ശേഷം താഴെ പോയി ടിവിയിൽ ന്യൂസ് ചാനൽ വെച്ചു. ലോട്ടറി ടിക്കറ്റിലെ നമ്പർ നോക്കി. ഫോണിൽ ടിക്കറ്റ് നമ്പർ സൂം ചെയ്ത് നമ്പർ അത് തന്നെയല്ലേ എന്ന് ഉറപ്പിച്ചു ചന്തു. നമ്പർ അത് തന്നെയാണെന്ന് ഉറപ്പായതും അവൾ സന്തോഷം കൊണ്ട് മതി മറന്നു. ഈ സന്തോഷം അവൾ ഭാനുവിനെ അറിയിക്കാനായി മുറിയിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് പുറത്തു നിന്ന് ആരുടെയോ ഉറക്കെയുള്ള ശബ്ദം കേട്ടത്. ആരാണെന്നറിയാനായി ചന്തു ഉമ്മറത്തേക്ക് ചെന്നു. വിറഞ്ഞു തുള്ളിക്കൊണ്ട് വരുന്ന ഭാർഗവൻ. അത് കണ്ടതും അവൾ അയാളെ നോക്കി പുച്ഛിച്ചു. സോമനെയായിരുന്നു അവൾ പ്രതീക്ഷിച്ചത്. പക്ഷെ എത്തിയ ആളെ കണ്ടപ്പോൾ ഉണ്ണിക്ക് ലോട്ടറി അടിച്ചത് അറിയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ശത്രു ഇയാൾ തന്നെയാണെന്ന് ചന്തുവിന് തോന്നി. എടി ഭാനു, ഇറങ്ങി വാടി ഇവിടെ. അയാൾ ചന്തുവിനെ കണ്ടെങ്കിലും അവളെ കണ്ട ഭാവം നടിക്കാതെ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. അയാളുടെ അലർച്ച കേട്ടതും ഭാനു അകത്തു നിന്ന് ഇറങ്ങി വന്നു. പിന്നാലെ സരോജിനിയും ഗിരിജയും ഓമനയും അവസാനം നളിനിയും കൂടെ ഉണ്ടായിരുന്നു. നിന്നോട് എന്റെ വീട്ടിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഭാർഗവ? ഭാർഗവനെ കണ്ടതും നളിനി ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല, എന്റെ പെങ്ങളോട് സംസാരിക്കാൻ വന്നതാണ്. അയാൾ അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ഭാനു, പോയി നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ. എന്തിന്? അയാൾ അഹങ്കാരത്തോടെ ആജ്ഞാപിക്കുന്നത് കേട്ട് അവൾ അയാളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചോദ്യം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാർഗവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. എന്തിരുന്നു? നീ താമസിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ ഒപ്പമാണ്, ഭാർഗവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ എന്തിന് അയാളുടെ ഒപ്പം താമസിക്കണം? എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് അയാളാണ്. ആ ഡിവോഴ്സുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരിക്കലും അയാളുടെ ഒപ്പം ഭാര്യയെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല, ഭാനു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് നീയാണോടി തീരുമാനിക്കേണ്ടത്? അതെ, എന്റെ ജീവിതം ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, അയാൾ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ പുച്ഛത്തോടെ മറുപടി പറഞ്ഞു. നിന്നെ ഞങ്ങളാണ് അവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചാൽ മതി, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? അപ്പോൾ ഗൗരിയെ നിങ്ങളുടെ അമ്മയും അച്ഛനും കൂടിയല്ലേ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തന്നത്? എന്നിട്ട് നിങ്ങൾ അവളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നില്ലേ? അത് ഞാൻ ചോദിക്കാൻ വന്നോ? ഇല്ലല്ലോ. അപ്പോൾ എന്റെ കാര്യത്തിലും നിങ്ങൾ തലയിടാൻ വരണ്ട, അവൾ അയാളെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എടി, നീ എന്നെ ചോദ്യം ചെയ്യാറായോ? പറയുന്നതോടൊപ്പം തന്നെ ഭാർഗവും ഭാനുവിനെ അടിക്കാനായി കൈ നീട്ടിയതും ഭാനു അയാളുടെ കൈ തടഞ്ഞു. അവളുടെ ആ പ്രവൃത്തി അയാൾ ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. നിങ്ങൾ എന്റെ നേർക്കിനി കൈ ഉയർത്തിയാൽ നോക്കി നിൽക്കില്ല ഞാൻ. നിങ്ങൾക്ക് തല്ലിച്ചതച്ച് കാര്യം നേടിയെടുക്കാൻ അന്നത്തെ 16-കാരിയല്ല ഞാൻ, അത് ഓർമ്മ വേണം.
മാനു അയാളെ കൈ കുടഞ്ഞു മാറ്റിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ എന്ത് ചെയ്യുമടി? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഈ ഡിവോഴ്സ് നടക്കില്ലടി. അയാൾ പകയോടെ പറഞ്ഞു, നടക്കും, നിങ്ങൾ തന്നെ നടത്തി തരേണ്ടി വരും. ചന്തു ഭാർഗവന്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു, അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചെയ്ത് കാണിച്ചു താടി. ഭാർഗവൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, കാണിച്ചു തരാൻ തന്നെയാ പോകുന്നത്. ഞങ്ങൾ കേസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കേസ് കോടതിയിൽ എത്തുമ്പോൾ എന്റെ അച്ഛൻ എന്ന് പറയുന്ന സോമദാസൻ കോടതിയിലെത്തി ഡിവോഴ്സിന് സമ്മതമാണെന്ന് അറിയിച്ചിരിക്കണം. തുടർന്ന് ഡിവോഴ്സ് കിട്ടുന്നത് വരെ എന്റെ അമ്മയ്ക്കെതിരെ മോശമായി ഒന്നും അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനും പാടില്ല. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെയാണ്. അറിയാലോ, സന്ധ്യാവധ കേസ് ഇപ്പോൾ ന്യൂസ് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിന്റെ കൂടെ ഞാനൊരു കംപ്ലൈന്റ് കൂടി കൊടുത്താലോ? പിന്നെ നിങ്ങളും അയാളും കൂടെ TV നിറഞ്ഞങ്ങ് നിൽക്കും. അവൾ പുച്ഛത്തോടെ പറഞ്ഞത് ഭാർഗവനൊന്നും ഞെട്ടി. കഴിഞ്ഞില്ല, നിങ്ങളുടെ മകളുടെ കൊലപാതകം ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. ഗൗരമ്മയെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും. സാക്ഷിയായി ഈ നിൽക്കുന്ന നിങ്ങളുടെ പെങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്കെതിരെ കേസ് വരും. അവൾ പറഞ്ഞത് കേട്ട് അയാൾ പകപ്പോടെ അവളെ നോക്കി. അവിടം കൊണ്ടും തീർന്നില്ല. എന്നെ ചെറുപ്പം മുതലേ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചതിന് നിങ്ങളുടെ അളിയനെതിരെയും നിങ്ങളുടെ ഭാര്യക്കെതിരെയും ഞാൻ കേസ് കൊടുക്കും. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ച് ഹോസ്പിറ്റലാക്കിയതിന് തെളിവ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ മകൻ എനിക്ക് ഉറക്കഗുളിക തന്ന് എന്നെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചതിനും കേസ് വരും. അതിന്റെ സാക്ഷികളും കോടതിയിലെത്തും. ചന്തു ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞതും ഭാർഗവനിൽ പേടി നിറയാൻ തുടങ്ങി. അയാളുടെ അമ്മ അടക്കം ആ കുടുംബം മുഴുവൻ അയാൾക്കെതിരെ നിൽക്കുമ്പോൾ കേസ് അയാൾക്കെതിരെ തന്നെ തിരിയും. പിന്നെ അമ്മയ്ക്ക് ഡൈവോഴ്സ് കിട്ടാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പുഷ്പം പോലെ അമ്മ ഡിവോഴ്സ് നേടും. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ബിസിനസിന്റെ ഗുഡ്വില്ലിനെ ബാധിക്കില്ലേ? അതോടെ നിങ്ങളുടെ ബിസിനസ് പൊളിയും. അവൾ പരിഹാസത്തോടെ പറഞ്ഞു. പിന്നെ അമ്മയും ഗൗരിയമ്മയും ഞാനും വനിതാ കമ്മീഷനിലാണ് പരാതിപ്പെടുക. വേണ്ടി വന്നാൽ മന്ത്രി സ്നേഹലതയുടെ അടുത്തുവരെ പോകും. അത്രയൊക്കെ കാര്യങ്ങൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണോ? മര്യാദയ്ക്ക് കാര്യങ്ങൾ അതിന്റെ വഴിക്ക് വിട്ടാൽ നിങ്ങൾക്ക് തന്നെയാ നല്ലത്. ഇല്ലെങ്കിൽ ദോഷവും നിങ്ങൾക്ക് തന്നെ. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടയാൻ കഴിയില്ല എന്നല്ലേ പറയുക? ഞങ്ങൾ 3 പെണ്ണുങ്ങളും കൂടെ ഒന്ന് ഒരുമിട്ടിറങ്ങാൻ പോവുക. അവൾ പറഞ്ഞു നിർത്തി. അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചാണ് അല്ലേ? അയാൾ പല്ലിൽ ഞെരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, ഞങ്ങൾക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഭാർഗവൻ അവളെ എതിർത്ത് എന്തൊക്കെയോ പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ ചന്തു പറഞ്ഞ പോലെ ചെയ്യുമെന്ന് അയാൾക്ക് അറിയാവുന്നത് കൊണ്ട് വർദ്ധിച്ചു വന്ന ദേഷ്യം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ അയാൾ തിരിഞ്ഞു നടന്നു. ഒന്ന് നിന്നേ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അയാൾ പോകുന്നത് കണ്ട് അവൾ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞതും ഭാർഗവൻ തിരിഞ്ഞ് അവളെ നോക്കി. ഈ വർഷത്തെ 25 കോടിയുടെ ഓണം ബമ്പർ ആർക്കാണ് അടിച്ചതെന്നറിയൂ? വല്ലാത്തൊരു ഭാവത്തോടെ അവൾ ചോദിക്കുന്നത് കേട്ട് ഭാർഗവൻ അവളെ സംശയത്തോടെ നോക്കി. നിങ്ങളുമായി അത്രയും അടുത്ത ബന്ധമുള്ള ഒരാൾക്കാണ് ലോട്ടറി അടിച്ചത്. പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ മകനായി വരും, ഗൗരിയമ്മായിയുടെ മകൻ മഹാദേവനെ. അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. ഭാർഗവന് വല്ലാത്തൊരു പകപ്പായിരുന്നു. ഇങ്ങനെ ഞെട്ടണ്ട, ചെന്ന് ന്യൂസ് വെച്ച് നോക്ക്. അപ്പോൾ അതിൽ കാണും ഓണം ബമ്പർ 1ാം സമ്മാനം നേടിയ ഭാഗ്യവാൻ എന്നും പറഞ്ഞ് ഉണ്ണിയേട്ടന്റെ ചിത്രം. അവൾ പുച്ഛത്തോടെ പറഞ്ഞു. ഇനി അവിടെ നിന്ന് നാണം കെടാൻ വയ്യാതെ തിളച്ച പൊന്തിയ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ഭാർഗവൻ തിരികെ പോകാനായി വണ്ടിയുടെ അരികിലേക്ക് നടന്നു. അതെ, പറഞ്ഞത് മറക്കണ്ട. സോമദാസൻ എന്ന നിങ്ങളുടെ അളിയനിൽ നിന്നും എന്റെ അമ്മയ്ക്ക് ഡിവോഴ്സ് കിട്ടിയിരിക്കണം. അയാളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഒരു തരത്തിലും എന്റെ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. മനസ്സിലായല്ലോ? ഇപ്പോഴാണെങ്കിൽ കോടീശ്വരന്റെ ജീവിതകഥ കവർ സ്റ്റോറി ആക്കിയാൽ ന്യൂസ് ചാനലുകാർക്ക് നല്ല റേറ്റിംഗ് കിട്ടും. വെറുതെ അവരുടെ കൈക്ക് പണി ഉണ്ടാക്കണോ? പിന്നിൽ നിന്നും അവൾ പുച്ഛത്തോടെ വിളിച്ചു പറഞ്ഞതും അവളെ ആമർഷത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ഭാർഗവൻ തന്റെ വണ്ടിയും എടുത്തുകൊണ്ട് പോയി. നീ പറഞ്ഞത് സത്യമാണോ മോളെ? നമ്മുടെ ഉണ്ണിക്കാണ് ഓണം ബമ്പർ അടിച്ചത്? ഭാർഗവൻ പോയതും ഭാനു ആകാംക്ഷയോടെ ചന്തുവിനെ നോക്കി ചോദിച്ചു. അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. എല്ലാവരും സന്തോഷത്തോടെ അത് കേട്ടുവെങ്കിൽ ഓമനയ്ക്ക് മാത്രം ദേഷ്യവും നിരാശയുമായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉണ്ണിക്ക് ഓണം ബമ്പർ 1ാം സമ്മാനം അടിച്ചുവരും നാട് മൊത്തം അറിഞ്ഞു. മനുവും ഉണ്ണിയും ഗൗരിയും കൂടെ രാമേട്ടന്റെ ഏജൻസിയിലേക്ക് പോയി. വിവരമറിഞ്ഞ് മീഡിയകളും എത്തി. ഈ വർഷത്തെ ഓണം ബമ്പർ അടിച്ച ഭാഗ്യവാൻ പാലക്കാടുകാരനായ മഹാദേവനാണ്. 25 കോടിയാണ് ലോട്ടറി സമ്മാനമായി അദ്ദേഹത്തിന് ലഭിച്ചത്. നമുക്ക് മുന്നിൽ ലോട്ടറി അടിച്ച മഹാദേവനും അമ്മയും കൂടെ ഉറ്റ സുഹൃത്തുമുണ്ട്. പറയൂ മഹാദേവൻ, ഈ അവസരത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മീഡിയയുടെ ചോദ്യം കേട്ടതും ഉണ്ണി ഒന്ന് പുഞ്ചിരിച്ചു. ഇങ്ങനെ ഒരു ഭാഗ്യം എന്നെ തേടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഈ ഇരിക്കുന്ന എന്റെ കൂട്ടുകാരൻ മനുവാണ് ലോട്ടറി നമ്പറൊക്കെ നോക്കി എന്നോട് പറഞ്ഞത്. പിന്നെ ഈ ലോട്ടറി എനിക്ക് അറിയാവുന്ന ഒരാളാണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്റെ ഭാഗ്യമല്ല, ആളുടെ ഭാഗ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണി പറഞ്ഞു. ആരാണ് ആ ആൾ? റിപ്പോർട്ടർ ചോദിച്ചു. എനിക്ക് അടുത്തറിയാവുന്ന ഒരാളാണ്. ആളുടെ പേരിവിടെ പറയാൻ എനിക്ക് കഴിയില്ല. കാരണം അയാൾ അങ്ങനെ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അവൻ പറഞ്ഞു. ആൾ എന്ത് ചെയ്യുന്നു? ആളൊരു വിദ്യാർത്ഥിനിയാണ്.
ആ റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പണം കിട്ടിയാൽ മഹാദേവൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബന്ധുക്കളെ നാട്ടുകാരെയും ഒക്കെ സഹായിക്കുമോ? റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചു. എനിക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. എന്റെ 10ാം വയസ്സിൽ എന്റെ അമ്മയെയും എന്നെയും എന്റെ അച്ഛനെന്ന് പറയുന്ന മനുഷ്യൻ ഉപേക്ഷിച്ചതാണ്. അതോടെ എന്റെ അമ്മയുടെ കുടുംബം ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു. അന്നു മുതൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ സുഹൃത്തും മനുവും അവന്റെ കുടുംബവും. അതുകൊണ്ട് ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല. പിന്നെ നാട്ടുകാര്, അവരെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മാസം മുന്നേ എന്റെ വീടും ഫാമും ജപ്തിയുടെ വക്കത്തെത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ഫാം തുടങ്ങാൻ വേണ്ടി എന്റെ വീട് സ്ഥലവും പണയം വെച്ച് ഒരു ലോൺ എടുത്തു, 60 ലക്ഷം രൂപയ്ക്ക്. അതിൽ 30 ലക്ഷത്തോളം രൂപ ഞാൻ അടച്ചു തീർത്തതാണ്. ബാക്കി 30 ലക്ഷം അടയ്ക്കാനുണ്ടായിരുന്നു. ആ 30 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഒരാളുടെ വാക്ക് വിശ്വസിച്ച് അത്രയും അത്യാവശ്യമായ ഘട്ടത്തിൽ ആ പണം ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. പൈസ ഉള്ള സമയത്ത് അത്യാവശ്യമുള്ളവർക്ക് ഞാൻ പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ബാങ്കുകാരുടെ ഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ജപ്തി നടപടികൾ ഉണ്ടായത്. അത് കാരണം ഞാനും എന്റെ കുടുംബവും ഒരുപാട് വലഞ്ഞു. അന്ന് ഈ പറഞ്ഞ നാട്ടുകാരിൽ ഞാൻ പണം കൊടുത്ത് സഹായിച്ചവർ പോലും എന്നെ സഹായിച്ചില്ല. ഞാൻ കടം കൊടുത്ത് എന്റെ പണം ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തിരികെ തന്നില്ല എന്ന് മാത്രമല്ല, എന്നെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടുമുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുമുണ്ട്. പണം കിട്ടാതെ അലഞ്ഞ സമയം ഈ പറഞ്ഞ നാട്ടുകാർ എന്നെ എന്റെ കുടുംബത്തെ മുന്നിൽ നിന്ന് പരിഹസിച്ചും കുത്തുവാക്കുകൾ കൊണ്ട് കുത്തിരസിച്ചവരുമാണ്. ലോൺ എടുത്ത് വലിയ മുതലാളിയാവാൻ നോക്കിയതല്ലേ, ഇവൻ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കണം എന്ന് പറഞ്ഞവരെ പോലും എനിക്കറിയാം. പരിചയമുള്ളവരൊക്കെ എന്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് സഹതാപത്തിന്റെ രൂപത്തിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഉണ്ണി പറഞ്ഞു. അപ്പോൾ മഹാദേവൻ കടമായി കൊടുത്ത പണം ഇതുവരെ താങ്കൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലേ? ഒരു പത്രപ്രവർത്തക ചോദിച്ചു. ഇല്ല, പണം കൊടുത്തവരോട് ഞാൻ തിരികെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പണം തന്നതിന് തെളിവുണ്ടോ എന്നാ. അറിയാവുന്ന നാട്ടുകാരോട് സഹായം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചു. അവർ പറഞ്ഞത് ശരിയാണ്, അവർക്ക് എന്നെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തിരിച്ചെനിക്കും അവരെ സഹായിക്കേണ്ട ആവശ്യവുമില്ല. അവരോടുള്ള വിശ്വാസം കൊണ്ടാണ് അവർക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ പണം കൊടുത്തത്. ആ സമയം തെളിവിന്റെ കാര്യമൊന്നും ഞാൻ ഓർത്തില്ല. എന്റെ വീട് ജപ്തി ചെയ്യുന്നു എന്നറിഞ്ഞ് അത് കാണാൻ വേണ്ടി ഈ നാട്ടുകാരെല്ലാവരും, എന്തിന് ഞാൻ പണം കൊടുത്ത് സഹായിച്ചവർ പോലും അന്ന് രാവിലെ എന്റെ വീടിന്റെ മുന്നിൽ കൂടി നിന്നിട്ടുണ്ടായിരുന്നു. ഞാനും എന്റെ അമ്മയും തെരുവിലേക്ക് ഇറങ്ങുന്നത് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിന്നവരാണ് ഈ നാട്ടുകാര്. അതുകൊണ്ട് തന്നെ ഇനി അവരെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാശടിച്ച് മൊത്തം ലോൺ ക്ലോസ് ചെയ്തു, എന്റെ വീട് ജപ്തി ചെയ്യുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് ഞാൻ കണ്ട നിരാശ, അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് മാത്രമല്ല, എനിക്ക് പേടി കൂടെ തോന്നി. ഉണ്ണി പറഞ്ഞു നിർത്തി. അപ്പോൾ ഈ പണം കൊണ്ട് താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വീണ്ടും ആ റിപ്പോർട്ടർ ചോദിച്ചു. എന്റെ വീട് ജപ്തി ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിയില്ലേ, എനിക്ക് ലോട്ടറി സെലക്ട് ചെയ്തെന്ന വ്യക്തി, ആളുടെ പേരിലുള്ള സ്ഥലം പണയം വെച്ച് കാശായി എനിക്ക് പണം തന്നു. ആ പണം കൊണ്ടാണ് അവസാന നിമിഷം കാശടിച്ച് ലോൺ ക്ലോസ് ആക്കി വീടിന്റെ ആധാരം എടുത്തത്. അയാളത് എന്നോടുള്ള വിശ്വാസം കൊണ്ട് ചെയ്തതാണ്. പണം കിട്ടിയാൽ ആൾക്ക് ആ പണം തിരിച്ചു കൊടുത്ത് പണയം വെച്ച സ്ഥലത്തിന്റെ ആധാരം എനിക്ക് തിരിച്ചെടുത്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ, അവൻ പറഞ്ഞു. അപ്പോൾ ആ പണം കൊണ്ട് വേറൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല? ഇല്ല, ഇപ്പോൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. അമ്മയ്ക്ക് എന്താണ് മകൻ ഓണം ബമ്പർ 25 കോടി രൂപ ലോട്ടറി അടിച്ചതിനെ പറ്റി പറയാനുള്ളത്? റിപ്പോർട്ടർ അടുത്തതായി ഗൗരിക്ക് നേരെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. എനിക്ക് ദൈവങ്ങളോടാണ് നന്ദി പറയാനുള്ളത്. കുറച്ചു ദിവസം മുമ്പ് ഞങ്ങൾ അത്രയും വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയതാണ്. അന്ന് ഞങ്ങൾ വിളിക്കാത്ത ദൈവങ്ങളില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നും അത് ദൈവത്തിന്റെ ഒരു പരീക്ഷണമായിരുന്നിരിക്കണം. ഇത്രയും വലിയൊരു സന്തോഷം തരാൻ വേണ്ടിയായിരിക്കും അന്ന് ഭഗവാൻ ഞങ്ങളെ അത്രയും പരീക്ഷിച്ചത്, ഗൗരി പറഞ്ഞു. അപ്പോൾ എന്താണ് ഉറ്റ സുഹൃത്തായ മനുവിന് പറയാനുള്ളത്? അടുത്തതായി റിപ്പോർട്ടർ മനുവിന് നേരെ തിരിഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഇത് ഇവന്റെ ഭാഗ്യം തന്നെയാണെന്ന്. ഇത്രയും വിഷമമുള്ള സമയത്തും ഈ നിൽക്കുന്ന രാമേട്ടന്റെ അവസ്ഥ അറിഞ്ഞ് ഇവൻ ലോട്ടറി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനടക്കം എല്ലാവരും അത് വേണ്ട എന്നാണ് പറഞ്ഞത്. അന്ന് ഇവൻ എന്നോട് പറഞ്ഞത് ഈ 500 രൂപ കൊണ്ടൊന്നും എന്റെ പ്രശ്നത്തിന് പരിഹാരം ആവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ പാവത്തിനെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്നാണ്. അപ്പോൾ പോലും ഞാനോ ഇവനോ ഈ ലോട്ടറി അടിക്കുമെന്ന് ജന്മത്ത് വിചാരിച്ചതല്ല. ഗൗരിയമ്മ പറഞ്ഞ പോലെ ആ സമയം ഈശ്വര ഇവനെ പരീക്ഷിച്ചതാവും. എന്തായാലും ഇത് ഇവന്റെ തീരുമാനം കൊണ്ട് മാത്രം ഇവന് ലഭിച്ച ഭാഗ്യമാണ്, മനു പറഞ്ഞു. അപ്പോൾ മഹാദേവൻ പൈസ കിട്ടിയാൽ ആരെയും സഹായിക്കില്ല എന്നാണോ പറയുന്നത്? വീണ്ടും റിപ്പോർട്ടറുടെ ചോദ്യം ഉണ്ണിക്ക് നേരെയായി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ മോശ സമയത്ത് എന്റെ ഒപ്പം കൂടെ നിന്നവരുണ്ട്. ഈ നിൽക്കുന്ന മനു, അവന്റെ കുടുംബവും വേറെ 1-2 വ്യക്തികളും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ തീർച്ചയായും സഹായിക്കും. അതുപോലെ എനിക്ക് ബോധ്യപ്പെടുന്നവരുടെ അവരുടെ അവസ്ഥ കണ്ട് ഞാൻ സഹായിക്കും. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലുള്ള പണം കണ്ടിട്ട് ബന്ധം കൂടാൻ വരുന്നവരെയും എനിക്കറിയാത്തവരെയും ഒന്നും ഞാൻ സഹായിക്കില്ല. നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്നല്ലേ ഓരോന്നും പഠിക്കുക. ഓരോ വീഴ്ചകൾ ഓരോ പാഠമാണല്ലോ. എന്റെ വീഴ്ചയിലൂടെ ഞാനും ഒരു പാഠം പഠിച്ചു.
ആപത്ത് കാലത്ത് കൂടെ നിന്നവരെ കണ്ണുപൂട്ടി നമുക്ക് സഹായിക്കാം, വിശ്വസിക്കാം. അല്ലാത്തവരെ കണ്ണു തുറന്ന പോലും നമുക്ക് സഹായിക്കാനോ വിശ്വസിക്കാനോ സാധിക്കില്ല. ഇതൊക്കെ ടിവിയിലൂടെ കാണുന്ന പലരും വിളറി വെളുത്തിരുന്നു. ഗംഗാധരന് താൻ ചെയ്തത് മണ്ടത്തരമായി തോന്നി. ഏത് സമയത്താണോ ഗൗരി അവനെ സത്യങ്ങൾ അറിയിച്ച് ആട്ടിയിറക്കി വിടാൻ തോന്നിയത്? ഇപ്പോ ഇൻഷുറൻസുകാരായി ഉള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 25 ലക്ഷം കൊടുത്താൽ കേസ് ഒഴിവാകാവുന്നതാണ്. പക്ഷെ കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് കേസ് നടത്തുന്നു. അന്ന് ഗൗരി വന്നപ്പോൾ സത്യങ്ങളൊന്നും പറയാതെ മറ്റെന്തെങ്കിലും പറഞ്ഞ് അവരെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇന്ന് അവന്റെ ഒപ്പം കൂടി പണം കുറച്ചു കുറച്ചായി ഊറ്റായിരുന്നു. ജീവിതം ആർഭാടമായി ആഘോഷിക്കാമായിരുന്നു. അയാൾ നിരാശയോടെ ഓർത്തു. നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടായിരുന്ന മനുഷ്യ അന്ന് അവനോട് അങ്ങനെയൊക്കെ പറയാൻ? അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവന്റെ കൂടെ നിന്ന് എത്ര വേണമെങ്കിലും വാങ്ങിച്ചെടുക്കാമായിരുന്നു. ജീവിതകാലം മുഴുവൻ സുഖിച്ചു കഴിയാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നേനെ. അച്ഛനും മകളും കൂടി എല്ലാം കൊണ്ടുപോയി തുലച്ചു. ഉണ്ണിക്ക് ലോട്ടറി അടിച്ച വിവരം അറിഞ്ഞതും ഗംഗാധരന്റെ ഭാര്യ മാലിന്യ അയാളെ നോക്കി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞു, ഓ, നീ പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഒലത്തിയേനെ. അവർ കാശ് ചോദിച്ചു വന്നാൽ ചൂലെടുത്ത് ആട്ടി ഓടിക്കാൻ പറഞ്ഞവളല്ലേ നീ? അയാൾ പുച്ഛത്തോടെ പറഞ്ഞതും മാലിന്യക്ക് ഉത്തരം മുട്ടി. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തൂ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം അതാലോചിക്ക്. ഇവരുടെ തർക്കം കേട്ടതും അമല ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇനി എന്ത് ചെയ്യാൻ? അവരുടെ അടുത്ത് പോയി തഞ്ചത്തിൽ ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ നിൽക്കുക, എന്നിട്ട് അവരുടെ ഒപ്പം അങ്ങ് കൂടുക, അത്ര തന്നെ. മാലിനി ലാഘവത്തോടെ പറഞ്ഞു. ഉവ്വ, അങ്ങോട്ട് ചെന്ന് കേറിക്കൊടു. ഒരു മാസമായിട്ടില്ല അവർ ഇവിടെ വന്ന് പോയിട്ട്. നടന്നതൊക്കെ ഇത്ര പെട്ടെന്ന് അവർ അങ്ങ് മറക്കുകയല്ലേ? അവൻ ടിവിക്കാരുടെ മുന്നിൽ പരസ്യമായി പറഞ്ഞത് കേട്ടില്ലേ, അവന് ബന്ധുക്കൾ ഒന്നുമില്ല എന്ന്. അതുപോലെ അവന്റെ കയ്യിലെ പണം കണ്ടു വരുന്നവരെ അടുപ്പിക്കില്ല എന്ന്. നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ പേരോ വിവരങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഈ കേരളം മൊത്തം അറിഞ്ഞേനെ. മാലിന്യ പറഞ്ഞത് കേട്ട് ഗംഗാധരൻ പറഞ്ഞു, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യൂ ഏട്ടാ? തൽക്കാലം ഇങ്ങനെ പോവട്ടെ. എന്തായാലും ആ പൈസ കൊണ്ട് അവൻ ഒന്നും ചെയ്യില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ പണം അവിടെ തന്നെ കിടക്കും. സമയം പോലെ നമുക്ക് അവരുടെ ഒപ്പം കൂടാം. ആദ്യം അവർ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് മറക്കട്ടെ. മാലിന്യ വിഷമത്തോടെ ചോദിച്ചതും ഗംഗാധരൻ പറഞ്ഞു, അപ്പോൾ അതുവരെ കാത്തിരിക്കാം അല്ലേ അച്ഛാ? അമല ചോദിച്ചതിന് അയാൾ ഒന്ന് മൂളിയതേ ഉള്ളൂ. അതേസമയം മൈഥിലിയും തന്റെ ഭർത്താവിന്റെയും വീട്ടുകാരുടെ ഒപ്പമിരുന്ന് ഈ വാർത്ത കാണുകയായിരുന്നു. ഉണ്ണിക്ക് ലോട്ടറി അടിച്ച വിവരം അറിഞ്ഞതും അവളൊന്ന് നടുങ്ങിപ്പോയിരുന്നു. അടുത്ത നിമിഷം അവളുടെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യവും അസൂയയും നിരാശയും ഒക്കെ നിറഞ്ഞു. മൈഥിലി, ഇത് നിന്റെ ഏട്ടന്റെ കൂട്ടുകാരനല്ലേ? മൈഥിലിയുടെ ഭർത്താവ് അഖിൽ അവളോട് ചോദിച്ചു. അതെ, മൈഥിലി വലിയ രസമില്ലാതെ പറഞ്ഞു. എന്താ പേര്? ആ, ഉണ്ണി അല്ലേ? അന്ന് ഇയാളല്ലേ നിന്റെ അമ്മമ്മയ്ക്ക് പണം കൊടുത്തത്? അവൻ വീണ്ടും ചോദിച്ചതും അവൾ നീരസത്തോടെ മൂളി. അപ്പൊ നിന്റെ അമ്മമ്മയാണ് പണം കൊടുക്കാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു പറ്റിച്ചത്. എന്തായാലും ഇപ്പൊ കേരളം മൊത്തം അറിഞ്ഞു. കൊള്ളാം, അഖിൽ പുച്ഛത്തോടെ പറഞ്ഞു. ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ ഊരി ജീവിച്ചതാ. ആ പണം ഞങ്ങൾ തിരിച്ചു വാങ്ങി, അത്ര തന്നെ. പൊന്നും വിലയാ ആ സ്ഥലത്തിന്, അതും ടൗണിലുള്ളത്. അതങ്ങനെ ചുളു വിലയ്ക്കൊന്നും വിൽക്കാനും പണയം വെക്കാനും ഒക്കെ കൊടുക്കുവല്ലേ? ആ സ്ഥലം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. അത് കേട്ടപ്പോൾ അഖിൽ തന്റെ അമ്മയെ നോക്കി. അവർ കണ്ണുകൊണ്ട് അവനോട് എന്തോ പറഞ്ഞു. അപ്പോൾ ആ സ്ഥലം നിനക്ക് എഴുതി തരുമോ നിന്റെ അമ്മമ്മ? അഖിൽ കൗശലത്തോട് ചോദിച്ചു. തരും, അമ്മമ്മ എനിക്ക് എഴുതി തരും, മൈഥിലി വീറോടെ പറഞ്ഞു. അവളുടെ ഉറച്ച വാക്കുകൾ കേട്ട് അഖിലും അമ്മയും പരസ്പരം നോക്കിക്കൊണ്ട് ഗൂഢമായി ഒന്ന് ചിരിച്ചു.